ഇടുക്കി പുല്ലുപാറയ്ക്ക് സമീപം KSRTC ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞ് 4 പേർക്ക് ദാരുണാന്ത്യം എന്ന വാർത്ത ഇന്ന് പുറത്തു വന്നിരുന്നു. മാവേലിക്കര സ്വദേശികളായ 4 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. പരിക്കേറ്റ 24 പേർ ചികിത്സയിലാണ്. ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടതാണ് അപകടത്തിന്റെ കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. കൊടും വളവും റോഡിന് വീതിയില്ലാത്തതും ബസ് കൊക്കയിലേക്ക് മറിയാൻ ഇടയാക്കി. അപകടത്തിൽ അടിയന്തര അന്വേഷണത്തിന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ഉത്തരവിട്ടു. കുട്ടിക്കാനത്ത് നിന്നും മുണ്ടക്കയത്തേക്കുള്ള കുത്തിറക്കത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ ഏതു വാഹനമാണെങ്കിലും പിടിച്ചു നിർത്തുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. KSRTC ബസ് ഈ ബാരിക്കേഡുകൾ ഇടിച്ചു തകർത്താണ് താഴേക്ക് പോയത്. ഒരുപക്ഷെ ബാരിക്കേഡിന് ഒരൽപ്പം കൂടി ബലമുണ്ടായിരുന്നെങ്കിൽ KSRTC ബസ് റോഡിൽ തന്നെ നിൽക്കുമായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പുലർച്ചെ 6:30-ക്കാണ് അപകടം. കുട്ടിക്കാനത്ത് നിന്നും മുണ്ടക്കയത്തേക്കുള്ള ഇറക്കുമിറങ്ങുന്നതിനിടെ KSRTC ബസിന്റെ ബ്രേക്ക് നഷ്ടപ്പെട്ടു. റോഡരികിലെ ബാരിക്കേഡ് ഇടിച്ച് തകർത്ത് ബസ് 30 അടി താഴ്ചയിലേക്ക് പതിച്ചു. 3 KSRTC ജീവനക്കാർ ഉൾപ്പെടെ 37 പേരാണ് ബസ്സിലുണ്ടായിരുന്നത്. ഒരു വല്ലാത്തൊരു വളവുണ്ട് അവിടെ. ഒന്ന് ചവിട്ടിയത് ബ്രേക്ക് കിട്ടി, പക്ഷെ രണ്ടാമതൊന്നൊരു ചവിട്ടി പിറകിൽ താഴോട്ടങ്ങ് പോയത്. ബ്രേക്ക് പോയച്ചാന്ന് പറയുകയും ഞാൻ മാക്സിമം ഇടത്തോട്ട് പിടിച്ച് ഞാൻ വളരെ പെയ്യേ വന്നു. മോളിൽ നിന്ന് കുട്ടിക്കാനത്തുനിന്ന് താഴോട്ട് വളരെ പതുക്കെയാണ് വന്നത്. ഞാൻ സ്പീഡിലൊന്നും വന്നില്ല. മാവേലിക്കര സ്വദേശികളായ രമാമോഹനൻ, അരുൺ ഹരി, സംഗീത്, ബിന്ദു നാരായണൻ എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ 21 പേർ മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിലും ഗുരുതരമായി പരിക്കേറ്റ 2 പേർ കോട്ടയം മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി. ഒരാൾ പാലായിലെ സ്വകാര്യ ആശുപത്രിയിലും ചികിത്സയിൽ തുടരുകയാണ്. വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ്. പ്രാഥമിക റിപ്പോർട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിൽ വന്നിട്ടുണ്ട്. അതിൽ വണ്ടിയുടെ കുഴപ്പമാണോ ഡ്രൈവറെ മിസ്റ്റേക്ക് ആണോ എന്നുള്ള കാര്യം പരിശോധിക്കണമെന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അത് പരിശോധിക്കാനുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ മരിച്ച കുടുംബങ്ങൾക്ക് ആദ്യഘട്ടമായി ഒരു 5 ലക്ഷം രൂപ KSRTC നൽകും. എല്ലാ ചികിത്സാ ചെലവും അവരുടെ ഹോസ്പിറ്റലിലുള്ളവരുടെ എല്ലാ ചികിത്സാ ചെലവും വഹിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. 5-ാം തീയതി പുലർച്ചെയാണ് KSRTC ബസ്സിൽ തീർത്ഥാടന യാത്രയ്ക്ക് 34 പേരുടെ സംഘം മാവേലിക്കരയിൽ നിന്ന് പുറപ്പെട്ടത്. തീർത്ഥാടനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിയാണ് അപകടം. മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ശബരിമല തീർത്ഥാടകരുടെ അടക്കം നിരവധി വാഹനങ്ങൾ പോകുന്ന കൊട്ടാരക്കര ഡിണ്ടിഗൽ ദേശീയപാതയിലാണ് KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായത്. ബാരിക്കേഡുകൾ ഇടിച്ചു തെറിപ്പിച്ച് ബസ് താഴേക്ക് പതിക്കുകയായിരുന്നു. ഒരു ദേശീയപാതയിൽ ഉണ്ടാകേണ്ട സാമാന്യമായിട്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് വേണം പറയാൻ. അടിയന്തരമായി സുരക്ഷാ സംവിധാനങ്ങൾ ഈ റോഡിൽ ഒരുക്കുക തന്നെ വേണം. മുഹമ്മദ് ഏലപ്പാറയ്ക്കൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. 4 പേർ മരിച്ച അപകടത്തിന്റെ ഞെട്ടലിലും നടുക്കത്തിലുമാണ് നാട്. സുരക്ഷിതമായ ക്രാഷ് ബാരിയറുകൾ റോഡിൽ ഉണ്ടായിരുന്നെങ്കിൽ ബസ് താഴ്ചയിലേക്ക് മറിഞ്ഞത് ഒഴിവാക്കാൻ കഴിയുമായിരുന്നുവെന്ന് അവിടെയുള്ള നാട്ടുകാരും പറയുന്നുണ്ടായിരുന്നു. ചില പ്രതികരണങ്ങൾ കാണാം. മുണ്ടക്കയം തൊട്ട് കുട്ടിക്കാനം വരെ അപകട മേഖലയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു തമിഴ്നാട് വണ്ടി വന്നിട്ട് ഇതുപോലെ കൊക്കയിലിട്ട് പോയിട്ട് തൊട്ട് മുകളിലായിട്ട് വന്നിട്ട് 10-15 പേരോളം മരിച്ചു. അപ്പോൾ ഈ കാലാകാലങ്ങളായിട്ട് നേരത്തെയൊക്കെ എന്ന് പറഞ്ഞാൽ ശബരിമല സീസണോട് ബന്ധപ്പെട്ട് കുട്ടിക്കാനത്ത് വളഞ്ഞാങ്ങാനത്ത് പോലീസിന്റെ നേരത്തെ തടഞ്ഞു നിർത്തി ഒരു 5 മിനിറ്റ് വിശ്രമവും കൊടുത്ത് അവർക്കൊരു കടുങ്കാപ്പിയെല്ലാം കൊടുത്ത് വിടുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കുറഞ്ഞ കാലഘട്ടമായിട്ട് ആ ഒരു സംവിധാനം ഇവിടെ എല്ലാം സിഗ്നൽ ബോർഡ് വെച്ചിട്ടുണ്ട്. അപകട മേഖലയാണ്, ശ്രദ്ധിച്ചു പോകണം എന്നുള്ള സിഗ്നൽ ബോർഡുകൾ ഇവിടെ എല്ലാം തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെയുള്ള വളവുകളാണ് ഇവിടെ ഉള്ളത്. ഈ വണ്ടി വന്നപ്പോഴത്തേക്ക് ബ്രേക്ക് കിട്ടിയില്ല എന്നാണ് നമ്മളിപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം. ഇവിടെ സ്ഥിരമായിട്ട് 4ാമത്തെ വണ്ടിയാണ്. ഇവിടെ ഒരു വളവുണ്ട്. ഈ വളവ് നൂർത്ത് തരണമെന്ന് ഞങ്ങൾ ടണൽ എന്ന് പറഞ്ഞൊരു അസോസിയേഷനാണ്. ഞങ്ങൾ ആ അസോസിയേഷൻ രേഖാമൂലം പരാതി കൊടുത്തതിന്റെ പേപ്പർ സഹിതം വീട്ടിയിരിപ്പുണ്ട്. ആ വളവ് നൂർത്ത് തന്നിട്ടില്ല. ഈ വണ്ടിയും ആ വളവ് ചാടിയിട്ടാണ് ഈ വണ്ടി നേരെ വന്നിരിക്കുന്നത്.